നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഹാർമണിക് മീൻ ആണ്. ഹാർമണിക് മീൻ ഈസ് ഡിഫൈൻഡ് ആസ് ദ റെസിപ്രോക്കൽ ഓഫ് ദ അരിത്തമെറ്റിക് ആവറേജ്. നമുക്ക് തന്നിരിക്കുന്ന എക്സ് വാല്യൂസ് ഉണ്ടല്ലോ, അതിൻ്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എക്സിൻ്റെ റെസിപ്രോക്കൽ 1/x ആണ്. അപ്പോൾ എല്ലാ എക്സ് വാല്യൂസിൻ്റെ റെസിപ്രോക്കൽ 1 ആ വാല്യൂ ആണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ ഹാർമണിക് മീൻ എന്ന് പറയുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുക, n കൊണ്ട് ഈ 1/xനെ ടോട്ടലിനെ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഹാർമണിക് മീൻ കിട്ടും. മിക്കവാറും സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങളോട് പറയുന്ന പ്രോബ്ലത്തിൽ നമ്മൾ ഹാർമണിക് മീനാണ് പൊതുവെ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ നോക്കിയേ, ഹാർമണിക് മീൻ ഈക്വൽ ടു n/σ 1/x. ഇനി നമുക്ക് ആ പ്രോബ്ലം എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അവിടെ ഒരു പ്രോബ്ലം കൊടുത്തിട്ടുണ്ട്. ഫൈൻഡ് ദ ഹാർമണിക് മീൻ ഫ്രം ദ ഫോളോയിങ് ഡേറ്റ. എക്സ് വാല്യൂസ് തന്നിട്ടുണ്ട് 2, 3, 4, 5, 6, 7. അപ്പോൾ ആദ്യം ബോക്സ് വരയ്ക്കുക, എക്സ് വാല്യൂസ് എടുത്ത് എഴുതുക. എന്നിട്ട് അടുത്ത ബോക്സിൽ എന്ത് എഴുതണം, 1/x. ഒന്നിനെ എല്ലാ എക്സ് വാല്യൂസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 1/2, 1/3, 1/4, 1/5, 1/6, 1/7. എന്താ 1/, എന്ന് പറഞ്ഞാൽ ഒന്നിനെ ബാക്കി എല്ലാ എക്സ് വാല്യൂ കൊണ്ടും ഡിവൈഡ് ചെയ്യണം, ഹരിക്കണം. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂസാണ് ഇവിടെ കൊടുത്തേക്കണേ. എന്നിട്ട് നമ്മൾ അതിൻ്റെ ടോട്ടൽ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, σ 1/x കിട്ടും. ഇനി നമ്പർ എത്രയാണ് നമുക്ക് ഇവിടെ തന്നേക്കണേ, നമ്പർ എണ്ണി നോക്കിയേ. ഇത് സാധാ സീരീസാണ്, ഇൻഡിവിജ്വൽ ആണ്. അപ്പോൾ നമ്പർ എണ്ണി നോക്കുക, 6 എണ്ണം ഉണ്ട്. അപ്പോൾ 6 നമ്മൾക്ക് കിട്ടിയ σ 1/xൻ്റെ ടോട്ടൽ ചെയ്യുക. അപ്പോൾ നമുക്ക് ആൻസർ, ഹാർമണിക് മീൻ്റെ ആൻസർ എത്ര കിട്ടും, 3.77 എന്ന് കിട്ടും. ഹാർമണിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് ഡിസ്ക്രീറ്റ് സീരീസ് ഉണ്ട്, അതായത് എഫ് വെച്ചിട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ ആദ്യം തന്നെ എക്സ് 10, 20, 40, 60, 120 അങ്ങനെ നമ്മൾ എക്സ് വാല്യൂസ് എടുത്ത് എഴുതി. അതിനുശേഷം എഫ് വാല്യൂസും ക്വസ്റ്റ്യനിൽ നിന്ന് അങ്ങനെ തന്നെ എടുത്ത് എഴുതി, അതായത് നമ്പർ. എന്നിട്ട് 1/x ചെയ്യുക. 1/x എന്ന് പറഞ്ഞാൽ എന്താ, ഒന്നിനെ എല്ലാ എക്സ് വാല്യൂസും കൊണ്ട് ഹരിക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ 1/x അതായത് 1/10, 1/20, 1/40, 1/60, 1/120. അപ്പോൾ നമുക്ക് 1/xൻ്റെ വാല്യൂ ഇവിടെ കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഓരോ എഫിനെയും 1/x കൊണ്ട് ഇൻറ്റു ചെയ്യണം. 2 × 0.100, 3 × 0.05, അങ്ങനെ ഓരോ എഫ് വാല്യൂസിനെയും അതിൻ്റെ നേരെയുള്ള 1/x കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് f × 1/x കിട്ടും. എന്നിട്ട് നമ്മൾ അതിൻ്റെ ടോട്ടൽ കണ്ടുപിടിക്കണം. f × 1/xൻ്റെ ടോട്ടലാണ് ഡിസ്ക്രീറ്റ് സീരീസിൽ ആവശ്യം. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ വരും, n ഡിവൈഡഡ് ബൈ σ f × 1/x. f × 1/xൻ്റെ ടോട്ടൽ എത്ര കിട്ടി, 0.6167 എന്ന് കിട്ടി. എന്നിട്ട് നമുക്ക് നമ്പർ എത്രയുണ്ട്, ഇവിടെ നമ്പർ ഏതാ എടുക്കേണ്ടത്, നമ്മൾ ഫ്രീക്വൻസി വന്നു കഴിഞ്ഞാൽ നമ്പർ ഏതായിരിക്കും, ഫ്രീക്വൻസിയുടെ ടോട്ടലായിരിക്കും, അത് 20. അപ്പോൾ 20/0.6167. അപ്പോൾ ടോട്ടൽ എത്രയാണ്, 32.43 എന്ന ആൻസർ കിട്ടും. അപ്പോൾ നമുക്കൊരു വേർഡ് പ്രോബ്ലം നോക്കാം. ആൻഡ് aeroplane covers 4 sides of a square at a speed of 100, 200, 300 and 400 km/h respectively. What is the average speed of a plane? ഇങ്ങനൊരു ക്വസ്റ്റ്യൻ തന്നാൽ ആവറേജ് സ്പീഡൊക്കെ ചോദിച്ച് നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഹാർമണിക് മീനാണ് കണ്ടുപിടിക്കേണ്ടത്. ആവറേജിങ് ദ സ്പീഡ് ഓഫ് എ വെഹിക്കിൾ, ഹാർമണിക് മീൻ ഈസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് അരിത്തമെറ്റിക് മീൻ. അതായത് സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള അരിത്തമെറ്റിക് മീൻ ഹാർമണിക് മീനാണ്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസിനെ എക്സ് ആയിട്ട് എടുക്കാം, 100, 200, 300, 400. എന്നിട്ട് എന്ത് കണ്ടുപിടിക്കുക, 1/x. ഒന്നിനെ എല്ലാ എക്സ് വാല്യൂസ് കൊണ്ട് ഹരിക്കുക. 1/100, 1/200 അങ്ങനെ ഹരിച്ച് കഴിയുമ്പോൾ നമുക്ക് σ 1/x കിട്ടും, 0.02083 എന്ന്. എന്നിട്ട് എന്ത് ചെയ്യുക, n/σ 1/x. n എത്രയാണ്, 4 സംഖ്യയല്ലേ ഉള്ളത്. അപ്പോൾ 4/0.02083. അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടും, 192 km/h എന്ന് ആൻസർ കിട്ടും. അപ്പോൾ ഈ ഹാർമണിക് മീൻ നന്നായി പഠിക്കുക.